പിന്നെ എന്നെ അങ്ങോട്ട് കുത്തു തുടങ്ങി. അങ്ങനെ ആന എന്നെ തട്ടിയിട്ട് കുത്തി എൻ്റെ മസിൽസ് എല്ലാം ഉടഞ്ഞു. 2 കൊമ്പും കയറി. ഈ വലത്തെ കൊമ്പ് ഈ വയറ്റത്തും കയറി, ഇടത്തെ കൊമ്പ് പുറത്തൂടെ കയറി. ഞാൻ കൊമ്പിൻ്റെ ഇടയ്ക്ക് ജാമായിപ്പോയി. ജാമായിട്ട് ആന ഇങ്ങനെ കൊണ്ടു നടന്നു. ബോധമുണ്ട്, എനിക്ക് നല്ല ബോധമുണ്ട്. ഈ കൊമ്പിൻ്റെ ഇടയ്ക്ക് ജാമായി കഴിഞ്ഞപ്പം ഇത് എന്നെ കുലുക്കിയിട്ട് തറയിലിട്ടിട്ട് തുടയ്ക്കൊരു കുത്തോടെ കുത്തി. കുടൽമാലയൊക്കെ പുറത്ത് കിടക്കുകയല്ലേ, എടുത്തുകൊണ്ട് ദൂരെ കൊണ്ടുവന്ന് കിടത്തി. എനിക്കുടനെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം തരണം. വെള്ളം ബക്കറ്റിനകത്താണ് കോരി കൊണ്ടുവരുന്നത്, തൊട്ടിക്കകത്ത്. പിറ്റേ ദിവസം പത്രമെല്ലാം എഴുതി ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞു. 54 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന്. 3-4 വാഹനങ്ങൾ നിർത്തി, കാറ്. ഒരാളും എന്നെ ആ വാഹനത്തെ കയറ്റാൻ തയ്യാറായില്ല. കാലത്തൊക്കെ ആനപ്പണിക്ക് പോകുന്നത് ഈ സാമ്പത്തികം അല്ലെ ഇൻകം കിട്ടിയില്ലേ ഒരിടത്ത് നിൽക്കത്തില്ല. അന്നതല്ല, അന്നൊന്നും മറിച്ച് അങ്ങോട്ടൊന്നുമില്ല. ഇഷ്ടംപോലെ പൈസ ഭഗവാൻ ഈ ആനപ്പണി എടുത്ത് എനിക്ക് കൈ നിറച്ച് കാശ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇന്നും അന്നും കാണുന്നത്. ക്ഷമാശീലമുള്ളവന് മാത്രമേ ഒരു ആനയെ കൈകാര്യം ചെയ്ത് എപ്പോഴും ഏത് സമയത്തും ഏത് കാര്യങ്ങളും എന്ത് കാര്യങ്ങളും കാണിക്കാൻ കഴിവുള്ള ഒരു വസ്തുവാണ് ആന. എങ്കിൽ ഒരു വർഷക്കാലം ഒരാനക്കാരൻ ഒരാനയിൽ നിന്നെങ്കിൽ അതിൻ്റെ ഏകദേശ രൂപങ്ങളും അതിൻ്റെ സ്വഭാവങ്ങളും എല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ശിക്ഷണം കൊണ്ട് ഒരാനയും നന്നാകാൻ പോകുന്നില്ല. ഇപ്പം നമ്മളൊരു കുറച്ച് അധിക സമയം ഒരു ആനയോട് കുറച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും നമ്മളെ നഷ്ടപ്പെടില്ല. അത്രയും നമ്മൾ ആനയായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു വലിയ അവസരമാണ് ആന തരിക. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ഒരാനയേക്കാൾ 100-1 മാത്രം ആരോഗ്യവും ശരീരഭാരവും ഒക്കെയുള്ള ഒരു മനുഷ്യൻ ഒരാനയെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തി നിർത്തുന്നത്? 4 പതിറ്റാണ്ടിൻ്റെ അനുഭവ പരിചയമുള്ള പാപ്പാൻ ഹരിപ്പാട് വിജയൻ ചേട്ടനാണ് ചേരുന്നത്. അനുഭവങ്ങളുടെ വലിയൊരു ഖനിയുമായി എൻ്റെ മുമ്പിൽ. നമസ്കാരം. നമസ്കാരം. വലിയ ഒരു ആരാധനയും അടുപ്പവും തോന്നിയിട്ടുണ്ട് ചേട്ടൻ്റെ കഥകൾ കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് മരണത്തെയൊക്കെ മുഖാമുഖം കണ്ടുകൊണ്ട് ഒരു വലിയൊരു ആഘാതമൊക്കെ നേരിട്ടതിന് ശേഷവും പിന്നീടും ആ ജോലിയിലേക്ക് പോവുക. ഇപ്പം ഞാൻ ഒരുപാട് ഡ്രൈവേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ ഇടിച്ച് അവർ കുറച്ച് നേരം അത്യാസന്ന നിലയിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ ആ പ്രൊഫഷൻ അങ്ങ് ഉപേക്ഷിക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതെന്തൊരു ജീവിതമാണ്. കുടൽമാല പുറത്തു വന്നു എന്നൊക്കെ ഉള്ള വാർത്തകളിൽ നിന്ന് ഒരു പാപ്പാൻ തിരിച്ച് പിന്നെയും തോട്ടിയെടുത്ത് ആനപ്പണിക്ക് ഇറങ്ങുകയാണ്. എന്താണ് ഈ ജോലിയോട് ഇത്ര മാത്രം ഇഷ്ടം, ഇത്രമാത്രം ഒരു പാഷൻ? ഗുരുവായൂരപ്പ എൻ്റെ ഗുരുക്കന്മാർ കാത്തോളണം. അതായത് കരയിലെ ഏറ്റവും വലിയ ഒരു ജീവിയാണ് ആന. ആനയെ കണ്ട് കൗതുകം തീരുന്ന ഒരു വ്യക്തികളും നമ്മുടെ ഭാരതത്തിലെ കൊതി തീരുന്ന ജനങ്ങളില്ല. ആ രീതിയിൽ കാണുന്ന ഒരു മൃഗത്തെ അത്രയധികം സ്നേഹവും വാത്സല്യവും എൻ്റെ ചെറുപ്പം മുതലേ കടന്നുകൂടിയത് കൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതലേ ഒരാനക്കാരനാകണം എന്നുള്ളൊരു വലിയ സങ്കല്പം എൻ്റെ മനസ്സിൽ ഉടലെടുത്തു. പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ അത് ചെറുപ്പം മുതലേ അതിനോടൊരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഇവിടെ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഹരിപ്പാടിനടുത്ത് കരുവറ്റ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് അനവധി ആനക്കാർ, പഴയ കാലത്ത് അനവധി ആനക്കാരുള്ള ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് അന്ന് ആനകളെയെല്ലാം ഏതൊരാനയുണ്ടെങ്കിലും ആനക്കാരുടെ വീടുകളിലെ അല്ലെ പരിസരത്ത് കൊണ്ട് നിർത്തുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചതുകൊണ്ട് ഇതിനെ എന്നും കാണുവാനും ഈ ആനക്കാർ ആനയായിട്ട് ഇടപഴകി ജീവിക്കുന്നത് കാണുന്നത് വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യമായുണ്ട്. ഇതിലേക്ക് ഒരുപാട് ആകർഷണം എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളതുകൊണ്ട് ഞാനൊരു ആനക്കാരനാകണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹം തോന്നി. ആ ആഗ്രഹത്തിലേക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവിടെ അടുത്ത സമയത്ത് നമ്മുടെ കരുവറ്റ ഗോലോകാശ്രമം എന്ന് പറയും, അവിടെ ഒരാനയും കൊണ്ട് എൻ്റെ ആശാൻ, ഇപ്പം അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ വീട് മാവേലിക്കര പെരിങ്ങിൽപ്പുറത്ത് ആഴാ വീട്ടിലെന്ന് പറഞ്ഞ് വീട്ടിലെ ആയിരുന്നു. രാജൻ പിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ
പേര് അദ്ദേഹത്തിന് പിന്നീട് രാജസ്വാമി എന്നാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. അന്ന് തോട്ടമൺ ഗോവിന്ദനുണ്ണിത്താൻ്റെ ഒരു മധു എന്ന് പറഞ്ഞ ഒരു ആനയായിട്ടാണ് ഈ കരുവറ്റ ആശ്രമത്തിൽ വരുന്നത്. അങ്ങനെ എൻ്റെ ആഗ്രഹം വളരെ സഫലീകരിച്ച് തന്ന ഒരാശാനാണ്. അദ്ദേഹത്തിനെ എന്നും ഞാൻ സ്മരിച്ച് ഇന്നും അന്നും ഈ ഈ ജോലിക്ക് പോകുന്ന ഏത് സമയത്ത് ഏതൊരു ആവശ്യത്തിനും അദ്ദേഹത്തിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഒരു വാക്കുകൾ തന്നെ ഉച്ചരിക്കുമ്പം അദ്ദേഹത്തിനെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ഞാൻ അതിനെല്ലാം പോകുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ആ ജോലികൾ അഭ്യസിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോകുവാനും വീട്ടിലറിയാതെ പോയ ഒരു സംഭവമാണ്. എൻ്റെ ആഗ്രഹം കൊണ്ട് ആ ആനയോടും ആ ആശാനോടും അത്രയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം എന്നെയും കൊണ്ട് പോവാണ്. അങ്ങനെയാണ് ആനപ്പണിയിലേക്കുള്ള ഒരു വലിയ ഒരു ആഗ്രഹം എനിക്ക് നിറവേറ്റി തരുന്നതും അദ്ദേഹത്തിൻ്റെ കൂടെ 6 വർഷക്കാലം നിന്ന് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ജോലി എടുക്കുവാനും വളരെ സമാധാനപരമായിട്ടും അതേപോലെ തന്നെ അച്ചടക്കത്തോടു കൂടി ഒരു ആനക്കാരൻ എങ്ങനെ പെരുമാറണം, ഏത് തരത്തിൽ പെരുമാറണം എന്നുള്ളൊരു വലിയൊരു സമ്പത്ത് എനിക്ക് സമ്പാദിച്ചു തന്നത് ആ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ആ നാമകരണത്തിലാണ് ഇന്നും അച്ചടക്കത്തോടുകൂടിയും സമാധാനത്തോടും കൂടി ഇന്നും ആ ജോലി വളരെ കൃത്യമായിട്ട് നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിനോടകം തന്നെ ഏതാണ്ട് ഞാൻ 76-ൽ ഈ ജോലിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോയതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 6 വർഷക്കാലം നിന്ന് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ തന്നെ എനിക്ക് ഒരാനയെ അഴിച്ചു കെട്ടാനുള്ള ഭാഗ്യം അദ്ദേഹം തന്നു. അത് കഴിഞ്ഞ് പല ആനകളെയും പല ഉടമസ്ഥന്മാരുടെ ആനകളെ അഴിച്ചു കെട്ടാനുള്ള ഒരു ഭാഗ്യമൊക്കെ തന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഞാൻ അന്നും ഇന്നും ഈ ജോലി മുന്നോട്ട് നയിച്ചു പോകുന്നത്. അങ്ങനെ പല ആനകളെ അഴിച്ചു കെട്ടുവാനും പല ആനകളിൽ നിന്ന് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഒരുപാട് വളരെ നമുക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ള ശാരീരികമായിട്ടുള്ള യാതൊരു അംഗവൈകല്യങ്ങളും ഇല്ലാതെ ഭഗവാന്റെ കൃപ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വീണ്ടും ആ ജോലിയിലേക്ക് എനിക്ക് ഇപ്പോഴും ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭഗവാൻ എനിക്ക് അദ്ദേഹത്തിനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നടക്കുന്നത് കൊണ്ടും ആ ജോലി ഭംഗിയായിട്ട് നിർവഹിക്കാൻ ഇന്നും അന്നും കഴിയുന്നുണ്ട്. അതുകൊണ്ട് യാതൊരുവിധ അഹങ്കാരങ്ങളോ ആവേശങ്ങളോ ഒന്നുമില്ലാതെ വളരെ സമാധാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ ജോലി കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം അതെന്നെ പഠിപ്പിച്ചു തന്നു. ആ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇന്നും ഒരാനയെ അഴിച്ചു കെട്ടി സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്ത് വലിയ അപകടങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ കൊണ്ടു നടക്കാനുള്ള ഒരു ഭാഗ്യം ഇന്നും എനിക്കത് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് അത് സാധിക്കുന്നത്. ഈ എല്ലാ വട്ടം സംസാരിക്കുമ്പോഴും ചേട്ടൻ എടുത്തു പറയുന്ന ഒരു പേരാണ് ഈ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ശിക്ഷണം അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് അഭ്യസിച്ചതാണ് ഇതെല്ലാം. ഗുരുവാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം എന്നൊക്കെ. ഈ ജോലിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഈ ചങ്കൂറ്റത്തിനും അല്ലെങ്കിൽ ധൈര്യത്തിനും ഒക്കെ അപ്പുറത്ത് ഗുരുത്വം തന്നെയാണോ? 100%. അതായത് ഒരു ശിക്ഷണം. അതായത് ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് പഠിക്കാനുള്ള ഒരു വിഷയം കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഒരാനകളെ കഴുകുന്നത് ബ്രഷിനല്ല. ബ്രഷിന് ആനകളെ കഴുകാൻ പാടില്ല ശരിക്കും. പക്ഷേ ഇപ്പോഴത്തെ തലമുറയോട് അത് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടുന്ന ഒരു വിഷയം കൂടിയല്ല. എങ്കിൽ പോലും ഞാൻ വളരെ അറിവിന് വേണ്ടി പറയുന്നത് തേങ്ങയുടെ തൊണ്ട് കൊണ്ട് വേണം അത് ചെത്തി വൃത്തിയാക്കി ആനയെ കഴുകാനുള്ള അത് പരിശീലിക്കണം. പരിശീലിച്ചെങ്കിൽ മാത്രമേ ആനകളുടെ ആരോഗ്യത്തെയും അതേപോലെ തന്നെ ആനയുടെ ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾ ആനകളുടെ നഖത്തിൻ്റെ വീറ് കഴുകാൻ ചെരുപ്പടിയുടെ നടയുടെ ആണേലും അമരത്തിൻ്റെ ആണേലും ചെരുപ്പടികളുടെ വീറ് കഴുകണം. കഴുകിയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വിപത്തെന്ന് പറയുന്നത് ആനകൾക്ക് ഈ പാദരോഗം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വളരെ മാരകമായ ഒരു അസുഖമാണ്. നിസ്സാര അസുഖമാണെങ്കിലും അതൊരു മാരകമായ അസുഖമായിട്ട് മാറാൻ കഴിവുള്ള ഒരു സാധനമാണ് ഈ പാദരോഗം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് അതുണ്ടാകുന്നത് മൂത്രവും എരണ്ടും. അതായത് മൂത്രവും എരണ്ടും ഒഴിക്കുന്നിടത്താണല്ലോ ഇത് നിൽക്കുന്നത്. കെട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇത് ചവിട്ടി വളരെ ഭംഗിയായിട്ട് ചവിട്ടിയിട്ടൊക്കെ നിൽക്കുക. അങ്ങനെ അത് നിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കയറി ഇരുന്നിട്ട് ഇത് ദിവസങ്ങളാകുമ്പോഴത്തേക്ക് ഇത് അഴുകും. അങ്ങനെയാണ് ഈ പാദരോഗം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അല്ലാതെ വേറെ മറ്റുള്ള ഒരു അസുഖമൊന്നും അല്ലിത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കണമെങ്കിൽ ഈ ചകിരി തന്നെ ഒരു ബ്രഷ് കയറില്ല.
ആനയുടെ നടയുടെയോ അമരത്തിൻ്റെയോ ചെരുപ്പിടിയുടെ വീറിൻ്റെ അവിടെ ഈ നഖത്തിൻ്റെ ഇടയ്ക്ക് ഈ ബ്രഷ് കയറില്ല, ഒരിക്കലും കയറില്ല, അവിടെ എത്തത്തുമില്ല. അതേസമയം ചകിരിയാണെങ്കിൽ വൃത്തിയായിട്ട്, പക്ഷെ അത് ജോലിയുണ്ട്, അത് പഠിക്കണം. അതിനാണ് ഒരു ആശാൻ വേണമെന്ന് പറയുന്നതും ആശാൻ്റെ ശിക്ഷണം വേണമെന്ന് പറയുന്നതും. അല്ലാതെ ഒരു വർഷമോ അല്ലെങ്കിൽ 6 മാസമോ നിന്നുകൊണ്ട് അത് പഠിച്ച് സ്വയസിദ്ധമാക്കാൻ കഴിയത്തുമില്ല. ആ വർഷങ്ങളോളം സമാധാനപരമായിട്ട് വളരെ ഒരു നമ്മൾക്ക് ഇന്നത്തെ കാലത്തൊക്കെ ആനപ്പണിക്ക് പോകുന്നത് ഈ സാമ്പത്തികം അല്ലെ ഇൻകം കിട്ടിയില്ലേ ഒരിടത്ത് നിൽക്കത്തില്ല. അന്നതല്ല, അന്നൊന്നും മറിച്ച് അങ്ങോട്ടൊന്നുമില്ല. ഞാൻ ഒരു ഒരു പിന്നെ പ്രതിഫലവും ഇല്ലാതെ ഞാൻ നിന്ന് ജോലി ചെയ്ത് ശീലിച്ച് പഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹത്തിനോട് ഒരു എതിര് പറയാനോ അദ്ദേഹത്തിന് ഇന്നുമില്ല. ഇന്നും ഇപ്പോൾ ഒരു ആനയെടുക്കാൻ പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുക്കൽ ചെന്ന് അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് അവിടെ നിന്ന സമയത്ത് ഈ ആനപ്പണി എടുക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ആഹാരം തന്നിട്ടുള്ള, എൻ്റെ അമ്മ തരുന്ന പോലെ തന്നിട്ടുള്ള, അപ്പോൾ അത് ചെന്ന് പറഞ്ഞ് ദക്ഷിണ കൊടുത്തിട്ടേ ഞാൻ ഇപ്പോഴും പോകത്തുള്ളൂ, അന്നും ഇന്നും. അപ്പോൾ അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വൈഫിനോട് ചെയ്യുന്നത്. അതിന് തുല്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ ജീവിച്ചു പോരുന്ന ഒരു സ്ഥലത്ത് ആ ഓണത്തിന് പോലും ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ 50 രൂപയായിട്ട് വന്നിട്ടുണ്ട്. എന്തിനാ ഈ 50 രൂപ തന്നെന്ന് ചോദിക്കത്തില്ല, അല്ല ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കത്തില്ല, ഒന്നും ചോദിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം, എൻ്റെ ആശാൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പൈസ എണ്ണാൻ നല്ല നിശ്ചയമുള്ള ഒരാളല്ല. അന്ന് 100 രൂപയ്ക്ക് 25 രൂപ, ഒരു ദിവസം എഴുന്നള്ളിക്കാൻ പോയാൽ 100 രൂപയാകെ കിട്ടുക. ആ കിട്ടിക്കഴിഞ്ഞാൽ 25 രൂപ ആനക്കാരനുള്ളതാണ്, 75 രൂപ ഉടമസ്ഥനുള്ളതാണ്. പക്ഷേ ഈ 100 രൂപ അന്ന് 2 രൂപ നോട്ടും 1 രൂപ നോട്ടും ഒക്കെ കിട്ടുക. ഇതെണ്ണി തിട്ടപ്പെടുത്തി 25 രൂപ മാറ്റി വേറെ വെക്കണം, 75 രൂപ ഉടമസ്ഥന് കൊടുക്കുക. ഞാനാ എണ്ണി തിട്ടപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൊടുക്കുക. അദ്ദേഹത്തിന് കണക്കറിയില്ല. പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഒരു വ്യത്യാസവും ഇല്ലാതെ അദ്ദേഹത്തിന്, അതുകൊണ്ട് എനിക്ക് അന്ന് അതങ്ങനെ ഞാൻ നിന്ന് ജീവിച്ചതുകൊണ്ട് എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ അടുക്കലെ 30 വർഷക്കാലം നിന്ന് ജോലി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. ഇഷ്ടംപോലെ പൈസ ഭഗവാൻ ഈ ആനപ്പണിയെടുത്ത് എനിക്ക് കൈ നിറച്ച് കാശ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇന്നും അന്നും കാണുന്നത്. കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിച്ച് യാതൊരു പ്രതിഫലം ചോദിക്കാനോ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. അദ്ദേഹം മരിക്കുന്നിടം വരെ. അദ്ദേഹത്തിന് ഞാൻ ഗുരുവായൂരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓണത്തിന് അദ്ദേഹത്തിന് വസ്ത്രം ഞാൻ കൊണ്ട് കൊടുത്തതിന് ശേഷം അദ്ദേഹം ഊണ് കഴിക്കത്തുള്ളൂ. അവിട്ടത്തിൻ്റെ അന്ന് കൊണ്ട് കൊടുത്ത് അതേ ഉടുക്കുള്ളൂ, വേറെ ആരും കൊടുത്താലും ഉടുക്കില്ല. അങ്ങനെ ഒരു വലിയ ആത്മബന്ധം ഗുരുവായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഞാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ ശിക്ഷണത്തിൽ വളർന്ന്, ശിക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജോലിയിൽ തൃപ്തരാകാൻ കഴിയത്തുള്ളൂ. ഗുരുത്വം വേണം, ഈ ജോലിക്ക് ഗുരുത്വം വേണം. അതായത് പൂർണ്ണ സമർപ്പണം, പൂർണ്ണമായിട്ടുള്ള ക്ഷമ. ഇത് രണ്ടും ഇല്ലാതെ ഈ ജോലി മുന്നോട്ട് എളുപ്പമല്ല. ക്ഷമാശീലമുള്ളവന് മാത്രമേ ഒരു ആനയെ കൈകാര്യം ചെയ്ത് ഭംഗിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും പറ്റും, എല്ലാവരും കൊണ്ട് നടക്കുന്നുണ്ട്, അതിനൊന്നും ഒരു വിരോധമില്ല. പക്ഷേ ക്ഷമാശീലം ഇല്ലാത്ത ഇതൊരു വന്യമൃഗമാണ്. അതൊരു വന്യത ഉള്ള ഒരു മൃഗമാണ് ആന. ആ ആനയെ സംബന്ധിച്ച് എപ്പോഴും ഏത് സമയത്തും എന്ത് കാര്യങ്ങളും കാണിക്കാൻ കഴിവുള്ളൊരു വസ്തുവാണ് ആന. അത് ഏത് സമയത്തും കാണിക്കാം. പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറിയില്ല എങ്കിൽ ഒരു വർഷക്കാലം ഒരാനക്കാരൻ ഒരാനയിൽ നിന്നെങ്കിൽ അതിൻ്റെ ഏകദേശ രൂപങ്ങളും അതിൻ്റെ സ്വഭാവങ്ങളും എല്ലാം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആനക്കാരനും ആനയായിട്ട് അത്രയധികം ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഒരു അടിയോ ഇടിയോ ഒന്നും ഇതിലൊരു വിഷയമേ അല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, ഇപ്പം അന്ന് ആവശ്യത്തിന് ശിക്ഷണം വേണം. ഒരുപാട് ശിക്ഷണം കൊണ്ട് ഒരാനയും നന്നാകാൻ പോകുന്നില്ല. ഇപ്പം നമ്മളൊരു കുറച്ചധിക സമയം ഒരു ആനയോട് കുറച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും നമ്മളെ നഷ്ടപ്പെടില്ല. അത്രയും നമ്മൾ ആനയായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു വലിയ അവസരമാണ് ആന തരിക. പിന്നെ ഓരോ ആനകൾക്കും ഓരോ സ്വഭാവ രീതികളുണ്ട്. അതനുസരിച്ച് അതറിഞ്ഞ് പെരുമാറാൻ കഴിവുള്ള ഏതൊരാനക്കാരനും ഏതൊരാനയും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത്രയും കാലത്തിനോടുള്ള ആകമുള്ള അനുഭവം അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ ഡിസ്കവറി ചാനൽ ഉൾപ്പെടെ ഡോക്യുമെൻ്റ് ചെയ്തൊരു സംഭവമാണത്. അതായത് ആനയാൽ കുത്തി പരിക്കേൽപ്പിക്കപ്പെട്ട് കുടൽ പുറത്തേക്ക് വന്ന് മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന ഒരാളാണ്. എന്തായിരുന്നു ശരിക്കും ആ സംഭവം? 1983 മെയ് 9-ാം തീയതിയാണ് എന്നെ ഈ ആന കുത്തി പരിക്കേൽപ്പിക്കുന്നത്. അതായത് ഏപ്രിൽ 25 വരെ ചെക്കിടിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്.
ഈ മങ്കൊമ്പിനടുത്ത് ചെക്കിടിക്കാട്ട് 7 ദിവസത്തെ പരിപാടിയും കഴിഞ്ഞ് വന്നിട്ടാണ് ആന ചെറിയനാട് ഉടമസ്ഥൻ്റെ അവിടെ ആന നിർത്തിയത്. സാധാരണ ഇവിടാണ് എൻ്റെ നാട്ടിലാണ് നിർത്തുക. ഇവിടെയാണ് ആന സ്ഥിരമായിട്ട് നിർത്തിക്കൊണ്ട് എഴുന്നേൽപ്പ് കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് നിർത്തി. ആന നമ്മുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, ദേവൻ എന്നാണ് അവൻ്റെ പേര്. അദ്ദേഹവും ഞാനുമായിട്ട് ആനയെ കൊണ്ടുവന്ന് കഴുകി കൊണ്ടുവന്ന് തറി കൊണ്ടുവന്ന് അന്ന് ഒറ്റയമരത്താണ് കെട്ടുക. ഈ നട പാറാക്കി കെട്ടുന്ന പരിപാടി അന്നില്ല. 83-ലെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആനയുടെ അമരം ചങ്ങല കൊണ്ട് തെങ്ങുമ്മേൽ കെട്ടി ഇടത്തെ അമരത്ത് കിടന്ന ഇട ഇവനെടുത്തു. ഞാൻ കയറഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇട എടുത്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇവനെ ആന അമരത്തിനടിച്ചു. ഇവൻ വീണു. അങ്ങോട്ട് ആന ചാടിപ്പോയ കൂട്ടത്തിൽ കയറയിലെ പിടുത്തമല്ലേ, ഞാൻ വീണുപോയി. പ്രതീക്ഷയില്ലാത്ത, അതാണ് ആന ഏത് സമയത്തും വയലൻ്റ് ആകാതൊരു വന്യമൃഗമാണ്. അതിനുദ്ദേശിക്കുക, അതായത് അത് ഒരൊറ്റ മനസ്സോടുകൂടിയാണ് പെരുമാറുക. ആ പെരുമാറുന്നത് നമ്മൾ ഇത്രയും അതിനെ ശക്തിയിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. നമ്മുടെ ജോലി അതിനെ സംബന്ധിച്ച് അതിൻ്റെ സ്വഭാവ രീതി അറിയുന്നതുകൊണ്ടാണ് നമുക്കതിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നത്. അല്ലാതെ അതിനെ പിടിച്ച് വലിച്ച് അത് അങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് നിർത്താൻ ഒരിക്കലും സാധ്യമല്ല. പിന്നെ അതിൽ നിസ്സാരപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ തോട്ടിക്ക് കൊത്തിച്ചോ അങ്ങനെയൊക്കെ നിർത്താവുന്ന, അത് താൽക്കാലികമേ ഉള്ളൂ. അതൊരു വലിയൊരു വിപത്തിലേക്ക് ഇത് ഉദ്ദേശിച്ച് പോകുന്നെങ്കിൽ അതിനൊന്നും നിൽക്കത്തില്ല. ചെപ്പടി വിദ്യകളാണ് അത്രയേ ഉള്ളൂ. അത് താൽക്കാലികം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആനയെ അവിടെ കൊണ്ടുവന്ന് കെട്ടുന്ന സമയത്ത് ഇവനെ അടിച്ചിട്ടപ്പം ഈ ആന ഇവൻ്റെ അടുക്കലോട്ട് പോയപ്പം ഞാൻ കയറെ പിടിച്ചിരിക്കുക, ഞാൻ അങ്ങോട്ട് ചാടിപ്പോയത്, അതിൽ ഞാൻ വീണു. പിന്നെ എന്നെ അങ്ങോട്ട് കുത്തു തുടങ്ങി. അവനെ രക്ഷപ്പെടുകയും ചെയ്തു. അവനൊന്നും പറ്റിയിട്ടില്ല. ഒരു ഈർക്കിലിനടിച്ച് കുഴപ്പം പറ്റിയിട്ടില്ല. അങ്ങനെ ആന എന്നെ തട്ടിയിട്ട് കുത്തി എൻ്റെ മസിൽസ് എല്ലാം അങ്ങ് ഉടഞ്ഞു. ഉടഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ ഈ 2 കൊമ്പും കയറി. ഈ വലത്തെ കൊമ്പ് ഈ വൈദ്യത്തും കയറി, ഇടത്തെ കൊമ്പ് പുറത്തൂടെ കയറി. ഞാൻ കൊമ്പിൻ്റെ ഇടയ്ക്ക് ജാമായിപ്പോയി. ജാമായിട്ട് ആന ഇങ്ങനെ കൊണ്ടു നടന്നു. ഈ കെട്ടിയിരിക്കുന്ന ബോധമുണ്ടോ? ബോധമുണ്ട്, എനിക്ക് നല്ല ബോധമുണ്ട്. കൊണ്ടുനടന്ന് ഈ കൊമ്പിൻ്റെ ഇടയ്ക്ക് ജാമായി കഴിഞ്ഞപ്പം ഇത് എന്നെ കുലുക്കിയിട്ട് തറയിലിട്ടിട്ട് തുടയ്ക്കൊരു കുത്തൂടെ കുത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ സമയത്ത് കൈയുള്ള ബനിയൻ തോർത്ത് ഈ വരയുള്ള നിക്കറിടുക, കെട്ട് നിക്കറ്, പിന്നെ കാവി കയ്യിൽ കൊടുക്കുക. ഈ കാവി കൈലി ഇടത്തോട്ട് മാറി നിന്നിട്ട് ഈ കാവി കൈലി എടുത്ത് വെച്ച് പിച്ച് കീറുക. അപ്പോഴാണ് എന്നെ ആൾക്കാരെടുത്ത് വന്നത്. അപ്പം ഈ കുടൽമാലയൊക്കെ പുറത്ത് കിടക്കുകയല്ലേ, എടുത്തുകൊണ്ട് ദൂരെ കൊണ്ടുവന്ന് കിടത്തി. എനിക്കുടനെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം തരണം. വെള്ളം ബക്കറ്റിനകത്താണ് കോരി കൊണ്ടുവരും, തൊട്ടിക്കകത്ത് ഒരു കടക്കാരൻ. അത് തൊട്ടടുത്ത്. ഇത് സംഭവിക്കുന്നത് ചെറിയനാട് ഇടമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ്. ആനയുടെ ആദ്യത്തെ മുടയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. ആ സമയത്താണ് ഇത് നടക്കുന്നത്. പക്ഷെ സംഭവം എനിക്ക് നല്ലവണ്ണം പരുക്ക് പറ്റി. ഈ കുടൽമാലയൊക്കെ പോന്നു, ആൾക്കാരെടുത്തുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം വേണം, വീട്ടിലോട് അറിയിക്കരുത്, എന്നെ എങ്ങും കൊണ്ടുപോകണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പം വെള്ളം കൊണ്ടുവന്ന് ഈ തൊട്ടിയോടുകൂടിയാണ് വായിലൊഴിക്കുന്നത്. ഒഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മൂക്കി വെള്ളം കറന്നിട്ട് പതിയെ ഒഴിക്കുക ഒക്കെ പറഞ്ഞു. എന്നെ അവിടെ നിന്ന് 3-4 വാഹനങ്ങൾ നിർത്തി, കാറ്. ഒരാളും എന്നെ ആ വാഹനത്തെ കയറ്റാൻ തയ്യാറായില്ല. ചുരുക്കം കച്ചാലിമൂട്ടിലുള്ള ഒരു ഗോപി എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം ഈ നമ്മുടെ ഹെൽത്ത് സർവീസിലും മറ്റുമായിരുന്നു, ഇപ്പം റിട്ടയർ ചെയ്തു. അദ്ദേഹം മാലക്കര ആസ്പത്രിയിൽ പോയി കൊല്ലടവിലുള്ള ഒരു ഉടമസ്ഥൻ്റെയാണ് വണ്ടി, അംബാസഡർ കാറാണ്. ഇത് അവിടെ കൊണ്ടുവന്ന് ഈ വീടിൻ്റെ താക്കോൽ ആസ്പത്രി വെച്ചിട്ട് പോയിരുന്നു. തിരിച്ച് രണ്ടാമത് എടുക്കാൻ പോയി വരുമ്പോഴേ ഈ സംഭവം അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് എന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. എല്ലാവരും പറഞ്ഞു കോട്ടയത്ത് കൊണ്ടുപോകാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് വഴിയൊക്കെ വളരെ മോശമാണ്, ദുർഘടമാണ്, അതുകൊണ്ട് നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാം. അങ്ങനെ മാവേലിക്കര ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റി. അപ്പോൾ എന്നെ വന്ന് പൾസൊക്കെ പിടിച്ച് നോക്കി. ഞാൻ പറഞ്ഞു, എൻ്റെ ഡോക്ടർ എൻ്റെ വേദനയൊന്നും മാറ്റി തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരത്തോ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്രയും വേഗം എത്തിച്ചോ എന്നും പറഞ്ഞ് അങ്ങനെ അവരെന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടു. പിന്നെ ആലപ്പുഴ ഇവിടെയൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞപ്പം ആലപ്പുഴ ചെല്ലുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. കാര്യം അതിൻ്റെ ആ ഫ്രണ്ടിൽ, അന്ന് വണ്ടാനത്തല്ല ആലപ്പുഴയാണ്, ആ പൈപ്പയിൽ ഈ വണ്ടി കയറുമ്പോൾ കിലുകിലോ എന്നുള്ള സൗണ്ട് കേട്ടിട്ട് ഞാൻ ആലപ്പുഴയാണെന്ന് അറിയുന്നത്. എൻ്റെ ശരീരം മുഴുവൻ നല്ല വേദനയാണ്, ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കിടത്തി. പിന്നെ എന്നെ ഓപ്പറേഷൻ കയറ്റി കഴിഞ്ഞ് എന്നെ ഈ ഇഞ്ചെക്റ്റ് ചെയ്തല്ലോ, എൻ്റെ ബോധം കെട്ടി കഴിഞ്ഞു. പിന്നെ എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു, സർജറിയൊക്കെ നടത്തി, കുടലൊക്കെ നല്ല രീതിയിൽ സർജറിയൊക്കെ നടത്തി. കുടലിടേണ്ട പൊസിഷനിൽ ഇട്ടില്ല, കിട്ടുമെന്നുള്ളൊരു
ധാരണയിലല്ല അന്ന് ഡോക്ടർമാരത് ചെയ്തത്. അന്നുണ്ടായിരുന്നത് ഒന്ന് ആനന്ദൻ തമ്പി എന്നും പറഞ്ഞൊരു ഡോക്ടറും വൈ റോയി എന്നും പറഞ്ഞൊരു ഡോക്ടർ, കെ വിജയൻ എന്ന് പറഞ്ഞ് ആ 3 ഡോക്ടർമാരും കൂടിയാണ് എൻ്റെ സർജറിയൊക്കെ നടത്തി. ഞാൻ അവർക്ക് തന്നെ അതിശയമായിപ്പോയി. ഞാൻ രക്ഷപ്പെടത്തില്ലെന്നുള്ള ധാരണയിൽ അവിടെ പോലീസുണ്ടല്ലോ, റിപ്പോർട്ട് ചെയ്തു. പിറ്റേ ദിവസം പത്രമെല്ലാം എഴുതി ഞാൻ മരിച്ചു പോയി എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ വന്ന് കണ്ട് കോളറ പിടിപെട്ടു. അങ്ങനെ അതിൽ നിന്നും 5-ാമത്തെ ദിവസം രക്ഷപ്പെട്ട് 54 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ആസ്പത്രിയിലെ ജീവിതമായിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. 6 മാസം വീട്ടിലിരുന്നു. 6-ാമത്തെ മാസം വീണ്ടും ആനപ്പണിക്ക് പോയി. പിന്നെ അത് തുടർന്ന് പോകുക തന്നെ, നിർത്തിയിട്ടേയില്ല. ഭഗവാന്റെ കൃപ കൊണ്ട് അതിനുള്ള ഒരു അവസരം എനിക്ക് ഭഗവാൻ തന്നിട്ടില്ല. ഭംഗിയായ രീതിയിൽ, അതിലും ഭംഗിയായ രീതിയിൽ ജോലിയെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു, ആരോഗ്യം തന്നു. അസ്ഥിക്കോ കുടലിനോ എല്ലിനോ മറ്റുള്ള അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പം പറ്റാഞ്ഞതുകൊണ്ട് ശരീരത്ത് കുറേ മുറിവ് പാടുകളൊക്കെ ഇന്നും അന്നും കാണാമെന്ന് മാത്രം അന്നത്തെ പരിക്കിലെ. അപ്പോൾ പിന്നെ അത് പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടർ. ഡോക്ടർ പറഞ്ഞു, ബിജന് ഇനി ഒരു വേദന അനുഭവിച്ചല്ലേ, ഇനി വേറൊരു വേദനയും കൂടെ വേണ്ട, അത് കാണാൻ ഭംഗിക്കുറവുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെന്ന്. അങ്ങനെയാണ് എന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാതിരുന്നത്. അങ്ങനെ ഈ കുടലിടേണ്ട പൊസിഷനിലല്ല ഇട്ടത്. അപ്പോൾ അന്ന് പോന്നപ്പോൾ പറഞ്ഞു, പിന്നെ ഈ സർജറിയൊക്കെ ഭംഗിയായിട്ട് നടത്തി, കുടലിടേണ്ട പൊസിഷനിലേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ചെയ്തതല്ല. അതുകൊണ്ട് 2-ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് വിജയന് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആനയായിട്ട് ഈ കൊറ്റംകുളങ്ങര ഭാഗത്തൊക്കെ, ആലപ്പുഴ കൊറ്റംകുളങ്ങര കേട്ടിട്ടുണ്ടോ? അറിയാം. കൊറ്റംകുളങ്ങര 2 അമ്പലമുണ്ട്, ഭഗവതിയും വിഷ്ണുവും. അവിടെ 18 ദിവസത്തെ പരിപാടിയാണ് 2 അമ്പലത്തിൽ. ഒരിടത്ത് 8 ദിവസവും ഒരിടത്ത് 10. അന്ന് പറയുള്ള സമയം. അന്ന് ഞാൻ വനമോഹൻ എന്നും പറഞ്ഞ ഒരു ആനയായിരുന്നു എൻ്റെ കയ്യിൽ. IRDP മാങ്കാങ്കുഴി കിട്ടിയ ഒരു ആന, കൃഷ്ണൻകുട്ടിക്ക് കിട്ടിയതാണ്. അത് എൻ്റെ കയ്യിലായിരുന്നു അത് ആ കൊല്ലം 84-ൽ. ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ വയറ് വിശന്ന് കഴിഞ്ഞാൽ ഈ കുടൽ രണ്ടും കൂടെ ഒട്ടും. ഭയങ്കര വേദനയാണ്. വേദനയെന്ന് പറഞ്ഞാൽ നമ്മൾ തല കുത്തി നിന്നു അതേപോലത്തെ വേദന എടുക്കും. അങ്ങനെ ഇറക്കി എഴുന്നള്ളിച്ച് അന്ന് ഈ ഡോക്ടറെ കുറിച്ച് ഇന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബെറാൾഗിനെന്നും അത് കഴിക്കാൻ 2 ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് കഴിയുമ്പം ഈ വയറ്റ് വേദന 1 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങ് മാറും. അങ്ങനെ കൊണ്ട് നടന്ന് 2-ാമത്തെ വർഷം എന്നെ കറക്റ്റ് ഓപ്പറേഷൻ അവിടെ ആലപ്പുഴ തന്നെ കൊണ്ടുപോയി. റാവു എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് കൊണ്ടുവന്ന് അന്ന് ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ അവൻ 9 ദിവസമേ ആസ്പത്രി കിടന്നുള്ളൂ. ആ കുടൽ ശരിക്ക് ഇടേണ്ട പൊസിഷനിലിട്ട്. അതിൽ പിന്നെ എനിക്ക് വയറ്റ് വേദനയും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. നാളെ ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്ക് എൻ്റെ ആഗ്രഹം കൊണ്ട് ആനപ്പണിയിൽ ഇതിനോട് വലിയ സ്നേഹവും താല്പര്യവും ഉള്ളത് കൊണ്ടാണ് ഈ പരിക്കുകളൊക്കെ പറ്റിയിട്ട് പോലും ഈ ആനയിൽ പണിയെടുക്കണം. ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്, ഞാനൊരു ആനക്കാരനാണ്, എനിക്കിതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കണമെന്നുള്ള ഒരു ആത്മധൈര്യം എൻ്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാനും അങ്ങനെ അതിനെ കൊണ്ടു നടക്കാനുമുള്ളൊരു ധൈര്യവും അതുപോലെ തന്നെ സമാധാനപരമായിട്ട് ജോലി എടുക്കാനുള്ള ഒരു വലിയൊരാഗ്രഹവും എൻ്റെ മനസ്സിൽ. അല്ലാതെ ഞാൻ ഒരിടത്ത് പോയൊരു വഴക്കുണ്ടാക്കാനോ ആനയായിട്ട് പോയി ഞാൻ ആനക്കാരനാണ്, ഇന്ന പോലാണ്, ഇന്ന രീതിയിലാണ് എന്നുള്ള യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതാണ് ഞാൻ ഈ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അത് എൻ്റെ ആവതുള്ളിടത്തോളം കാലം ജോലി എടുക്കണം, ആനയിൽ പണിയെടുക്കണം, സമാധാനപരമായിട്ടും വളരെ ശ്രദ്ധയോടുകൂടിയും അതേപോലെ തന്നെ വളരെ ഭംഗിയായ രീതിയിൽ ഇങ്ങോട്ടും പെരുമാറുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ ജോലിക്ക് നിൽക്കുകയുള്ളൂ, ജോലി ചെയ്യാൻ ആഗ്രഹിക്കത്തുള്ളൂ. മറിച്ചൊരു വാക്ക് എന്നെ ഇൻസൾട്ട് ചെയ്ത്, നമ്മുടെ ജോലിയെ സംബന്ധിച്ച് ഇൻസൾട്ട് ചെയ്ത് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യാനും ഒരാനെ ചോദിച്ചു പോകാനും നാളിതുവരെ എനിക്ക് ഭഗവാൻ അങ്ങനെ ഒരു അവസരം തന്നിട്ടില്ല. വിളിച്ചു തന്നിട്ടുള്ള ആനകൾ ഞാൻ ഭംഗിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കുക. അത് അവിടെ എന്തെങ്കിലും യാദൃശ്ചികമായിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും എൻ്റെ ജോലിയെ സംബന്ധിച്ച് എന്നെ ചോദ്യം ചെയ്യത്തക്ക തരത്തിൽ ആരെങ്കിലും കൈകാര്യം ചെയ്താൽ അത് ഉപേക്ഷിച്ച് പോരുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ദൗത്യം. ആ ദൗത്യം ഞാൻ ഇന്ന് വരെ നിറവേറ്റിയിട്ടുണ്ട്. അത് അങ്ങോട്ടും ഭഗവാൻ നിറവേറ്റി തരും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ രോമാഞ്ചം. എങ്ങനെ ചിരിച്ചിട്ട് പറയാൻ പറ്റുന്നത്? നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ ഇത് നമ്മളൊരു കഥകളല്ല. ഞാൻ ഈ ജോലിയെടുത്ത് എൻ്റെ ചെറുപ്പം മുതലേ ജോലിയെടുത്ത് ഞാൻ ഒരുപാട് ആനകളെ നമ്മുടെ ഈ നാട്ടിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. ഗുരുവായൂരപ്പൻ്റെ ആനകളെ ഇവിടെ എഴുന്നള്ളിപ്പിന് വലിയ കശവനൊക്കെ ഈ മുറ്റത്ത് നിർത്തുക. ഞാൻ എഴുന്നള്ളിപ്പിന് ഈ കൊല്ലത്തൊക്കെ വന്നാൽ ഒരു ദിവസം 2 ദിവസമൊക്കെ ഇവിടെ നിർത്തും. അത് വർഷത്തിലൊരു 6-7 പ്രാവശ്യം ഞാനിവിടെ വരും. അങ്ങനെയൊക്കെ ഒരു വലിയ മഹാഭാഗ്യം
എനിക്കുണ്ടായിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ആനകളെ ഇവിടെ കൊണ്ട് നിർത്താനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ 30 വർഷക്കാലം ജോലി, അച്ചടക്കമുള്ള ഒരു മഹാസ്ഥാപനത്തിൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്ന് ജോലിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് അവിടെ നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട്. അവിടെ യാതൊരുവിധ ഒരു ഉദ്യോഗസ്ഥനുമായിട്ടൊരു എന്തെങ്കിലും ഒരു വാക്ക് തർക്കത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യത്തിനോ ഒന്നിനും ഞാൻ തയ്യാറാകത്തില്ല ഒരിടത്തും. ഇപ്പം എഴുന്നള്ളിപ്പോന്ന് പോകുന്ന സ്ഥലത്ത് തന്നെ എന്തെങ്കിലും, ഇപ്പം എഴുന്നള്ളിപ്പോകുന്ന സ്ഥലം അറിയാമല്ലോ, ഞാൻ അതെ, അതെ, അതെ. പ്രത്യേകിച്ച് പറയണ്ട. അവരുടെ ആഘോഷമാണ്, അവരുടെ ഉത്സവമാണ്. അവർ കുറച്ച് മദ്യപിച്ചിട്ടൊക്കെ വന്ന് ചിലരൊക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവരോട് പോലും ഞാൻ യാതൊരു തരത്തിലും അവർക്കൊരു നമ്മുടെ അടുക്കലൊരു വിരോധം ഉണ്ടാക്കത്തക്ക തരത്തിൽ അവരിങ്ങോട്ട് പെരുമാറിയാലും അങ്ങോട്ട് പെരുമാറത്തില്ല. കാരണം നമുക്ക് സാധിക്കത്തില്ല. നമ്മളൊരു ആനയായിട്ട് ചെല്ലുന്നതല്ലേ, നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട്, സ്വഭാവങ്ങളുണ്ട്. അല്ലെ കൊണ്ടുപോകുന്ന മുതൽ നമുക്ക് അതൊരു നമ്മളോടൊരു ആനയാണ്. നമുക്ക് നമ്മളോടൊരു അതൊരു ആനയാണ്. മതിപ്പുണ്ട്. ഉണ്ട്. അപ്പോൾ ആ ഒരു ഉടമസ്ഥൻ്റെ ആണേലും ഒരു ക്ഷേത്രത്തിലെ ആണേലും അവർക്കാണ് അതിൻ്റെ, ഞാൻ എന്തെങ്കിലും ഒരു പോരായ്മ വരുത്തിയാൽ ആനയ്ക്കും ആ സ്ഥാപനത്തിനുമാണ് അതിൻ്റെ പേരുദോഷം. അതൊരിക്കലും ഒരിടത്തും ഉണ്ടാകരുത് എന്നുള്ള ഏറ്റവും വലിയ ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ഒരിടത്തും ആരോടും ഒരു വിദ്വേഷത്തിനും പോകത്തില്ല. ഈ ഡിഗ്നിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു മതിപ്പ്, അത് ചേട്ടനിൽ നിന്ന് കേൾക്കാൻ പറ്റി. അത് നമ്മുടെ ആത്മാർത്ഥതയാണ്. ഇത് കാട്ടിക്കിടക്കുന്ന ഒരു ജീവിയെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ ഇഷ്ടത്തിന് നിർത്തിയിട്ട് അതിനെ നമ്മുടെ ഇഷ്ടത്തിനാണ് അതിനെ കൊണ്ട് നടക്കുന്നത്. അതിനെ കൊണ്ട് കെട്ടുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ അതിൻ്റെ അടുക്കൽ ഇല്ലാത്ത. പൂരപ്പറമ്പുകളിൽ പോയാൽ അതിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ കെട്ടുന്ന സ്ഥലത്തൊന്നും ഞാൻ പോകാറില്ല. അതേസമയം അല്ലാത്ത സമയത്ത് കെട്ടിയിട്ട് ഇപ്പം ആനയടി അപ്പു ആനയിലായിരുന്നു ഞാൻ കുറച്ച് കാലം, ഇപ്പോഴും അതായിരുന്നു. അപ്പോൾ അതിനെ നമ്മളൊരു എഴുന്നള്ളിപ്പ് സ്ഥലത്ത് കൊണ്ടുപോയാലും ഏതൊരാനയും കൊണ്ടുപോയാലും അതിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ എങ്ങും ഒരിടത്തും പോകത്തില്ല. ഒരു കൂട്ടുകാരൻ്റെ കൂടെ കൂടി ഒരു വീട്ടിൽ പോലും എന്നെ കിടക്കാമെന്നും പറഞ്ഞ് വിളിച്ചാൽ ഞാൻ പോകാറില്ല. ഞാൻ ആനയെ വിട്ട് പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആനയെ കെട്ടുന്ന സ്ഥലത്ത് പൂരപ്പറമ്പാണ്, നമ്മൾ ചെല്ലുന്നത് പൂരപ്പറമ്പില്ല, അത് വേറൊരു സ്ഥലത്തായിരിക്കും. അവിടെ ഏത് തരത്തിലെ ഒരുത്തിന് ഇതിൻ്റെ അടുക്ക നമ്മളില്ലാത്തപ്പോൾ വന്ന് കയറുന്നതെന്ന് അറിയാൻ പറ്റില്ല. ആ ആനയ്ക്കൊരു പെരുദോഷമായി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, യാദർശികമാണ് ഞാൻ ഈ പറയുന്നത്. അതിപ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നാം, ഒരു തുള്ളി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ തോന്നും, എനിക്ക് അയാൾ ഒരു മനുഷ്യനല്ലേ, ഞാനും ഒരു മനുഷ്യനല്ലേ, എന്നാൽ പോയി ഒന്ന് കൊമ്പ് പിടിക്കാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ആനയ്ക്കാണ് അതിൻ്റെ പേരുദോഷം സംഭവിക്കുക. ഇന്നാളെ തട്ടിയിട്ടു, ആന തട്ടിയിട്ട് ആന കുഴപ്പക്കാരനാണ് എന്നുള്ളൊരു ഖ്യാതി പരന്നു കഴിഞ്ഞാൽ അതിനെ ഒരു പൂരസ്ഥലത്ത് കൊണ്ടുവന്നാൽ ഇപ്പം 50,000 കിട്ടേണ്ടടുത്ത് 25,000 കൊടുത്താലും വേണ്ടാന്ന് പറയും. ഒരാന പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പതിഞ്ഞിരിക്കണം. ആ ആനക്കാരൻ്റെ എത്രയോ അധികം ആൾക്കാർ ഒരാനക്കാരനെ പിന്നെ മനസ്സിലോർത്ത് അയാളാണ് അതിനെ സംരക്ഷിക്കുന്നത്, അയാളുടെ ഒന്നും കുഴപ്പമുണ്ടാകത്തില്ല എന്നുള്ളൊരു മനോധൈര്യം കൊണ്ടാണ് ഇത്രയോ അധികം ജനങ്ങൾ കൂടി നിൽക്കുന്നത്. അവിടെ നമ്മൾ വളരെ ആനകളെ ബന്ധസ് ചെയ്യാൻ പറ്റുന്നിടത്ത് ബന്ധസ് ചെയ്യണം. ആനയെ ശ്രദ്ധിക്കേണ്ട സ്ഥലത്ത് പൂരപ്പറമ്പിലെ വളരെ ശ്രദ്ധിച്ചിരിക്കണം. വളരെ ശ്രദ്ധിച്ചെന്നെങ്കിൽ ഇനി വഴക്കുണ്ടേലും വഴക്കില്ലേലും ഏതൊരാനയാണെങ്കിലും വേറൊരു ആന വഴക്കുണ്ടാക്കിയാൽ മതി, ഈ ആന ചിലപ്പോൾ ഓടിപ്പോവും. ഇതിനെന്നാൽ യാതൊരു കുഴപ്പമുള്ള ഒരു ആനയായിരിക്കത്തില്ല. പക്ഷേ യാദൃശ്യമായിട്ട് അതിന് ബഹളം കേൾക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ ഏതൊരാനയും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് വളരെ ഭംഗിയായിട്ടത് ആ കാര്യങ്ങൾ നിറവേറ്റി പോരാ. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.